ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബ് തൻ്റെ വീട് വിട്ട് ഓടേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. അവൻ ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് ഏകനായി പാർക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. ആ രാത്രി ഉറക്കത്തിൽ ദൈവം സ്വപ്നത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. ആരെല്ലാം കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടുകയില്ലെന്നും, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാക്കുമെന്നും, നീ എനിക്കുള്ളവനാണെന്നുമൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ വാക്യം വായിച്ചു കേട്ടത്. ഇവിടെ നിങ്ങളോടൊരു ആത്മീക ദൂതുണ്ട്. ആരെല്ലാം കൈവിട്ടാലും എൻ്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. ഏതെല്ലാം വാതിലുകൾ അടഞ്ഞാലും മനുഷ്യർ കണ്ടിട്ടില്ലാത്ത വാതിൽ തുറക്കുന്നവനാ ദൈവം. സ്വന്തം വീടിൻ്റെ വാതിൽ യാക്കോബിന് മുമ്പിൽ എന്നേക്കുമായി അടയപ്പെട്ടപ്പോൾ ആ രാത്രി സ്വപ്നത്തിൽ ദൈവം കാണിക്കുക, നിനക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ്. ഇവിടെയെല്ലാം ധാരാളം ആത്മീക ദൂതുകളുണ്ട്. ആരെങ്കിലും നിന്റെ വഴികൾ അടച്ചാൽ, നിന്റെ വാതിലുകൾ കൊട്ടിയടച്ചാൽ വിഷമിക്കണ്ട. നിനക്ക് മുമ്പിൽ അതിനേക്കാൾ വലിയ വാതിൽ തുറന്നു വെക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ആ തുറന്നിട്ട വാതിലിൻ്റെ മുകളിൽ അവനെയും സ്വർഗത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഗോവേണി ഭൂമിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തതെല്ലാം നിവർത്തിക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ചില വാതിൽ അടഞ്ഞത് ചില വാതിൽ തുറക്കാനും, ചിലരൊക്കെ നിന്നെ ഉപേക്ഷിച്ചത് ദൈവം നിന്നെ ചേർത്ത് നിർത്താനും, ചിലരൊക്കെ നിന്നെ കൈവിട്ടത് ദൈവം നിന്നെ ചേർത്ത് പിടിക്കാനും, ചില മാനുഷിക ശബ്ദം നിനക്ക് നേരെ വൈരാഗ്യത്തോടെ പൊങ്ങിയത് ദൈവത്തിന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാനും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് അരുളി ചെയ്തതെല്ലാം ഈ ദിവസങ്ങളിൽ നിവർത്തിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പിലെ അടയപ്പെട്ട വാതിലിനെ നോക്കി നിരാശപ്പെടുന്നവരുടെ മുമ്പിൽ ആർക്കും തുറക്കുവാൻ കഴിയാത്ത സ്വർഗീയ വാതിൽ തുറക്കുന്ന ദൈവമേ, നിന്റെ ജനത്തിന് മുമ്പിൽ വാതിൽ തുറന്നിടണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്തും. ഗോഡ് ബ്ലെസ് യു.